കാന്താരി ചേട്ടാ കുടിച്ചതിൻ്റെ അഭിപ്രായം എന്ന് പറയാൻ പറ്റും. സൂപ്പർ സാധനം കൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറയട്ടെ. ഹായ് ഫ്രണ്ട്സ്, ബിസിനസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുൾജാർ സോഡ എന്ന വൻമരം വേണു ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആയിക്കൊണ്ട് നമ്മൾ ആ ഉത്തരത്തിന് മുന്നിലാണെന്ന് ഇപ്പോൾ ഉള്ളത്. കൂടെ കലക്കി സർബത്ത്. നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുന്ന വിചാരിക്കുന്നില്ല, പുതിയൊരു സാധനമാണ്. അകമല ഭാഗത്ത് നമുക്ക് പുതിയ തുടങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മുള സർബത്ത്, ഇത് രണ്ടുമാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ യൂട്യൂബ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കുടിച്ചതാണ്, മുള സർബത്ത് ഇവിടെ വന്ന് കുടിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇന്ന് പുതിയ സംഭവം ഇന്ന് കുടം കലക്കി സർബത്ത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുടിച്ചു നോക്കാൻ വേണ്ടിയിട്ടും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ ചെയ്യാം, നീ വായോ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യത്തിനും പിന്നെ കുടം കലക്കി സർബത്ത് കുടിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യാനും കൂടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി രണ്ടിൻ്റെയും കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് വ്ളോഗിലേക്ക് സ്വാഗതം. പേര് അതിൻ്റെ പൾപ്പ് ജ്യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എത്ര മണിക്കൂർ ഒഴിക്കണ്ടേ? മതിയോ? ഒഴിക്കണോ? ആഹാ ഒഴിച്ചോളൂ. അപ്പോൾ ഇത് കുപ്പിയുടെ ഫുള്ളായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇത് നെല്ലിക്ക കാന്താരി കുറച്ച് ഒഴിക്കാല്ലേ? അത്ര പോലെ. ഇത് വേണ്ട, നല്ല എരിവുള്ളല്ലേ ഇത്. ഇനി എന്താ വേണ്ട അടുത്ത്? കുറച്ച് ഉപ്പ്. ഇത്ര മതി ചേച്ചി. ഇഞ്ചി. അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകട്ടോ. അത് കണ്ടോളൂ എല്ലാരും. ഇതിൽ ഇഞ്ചി ഇട്ടു. നാരങ്ങ പിഴിഞ്ഞു ഒഴിച്ചിട്ട് അതിന്റെ ചാറങ്ങ് എടുത്ത് എടുത്തു. ഇനി സർബത്തെടുത്ത് ഒഴിക്കണം. നന്നായി ഇതുവരെ ഇനി പഠിച്ചിട്ട് ഒഴിക്കണം. ചേച്ചി അളവ് ചേച്ചിക്ക് അറിയുള്ളൂ പോരെ? ഇനി ഒരു സ്പൂണ് കസ്കസ്. ഒരു സ്പൂണ് കസ്കസ് ഇടുന്നുണ്ട്. ഇനി ചേച്ചി ഇതിലേക്ക് എന്താ ചെയ്യണ്ടേ? നമ്മളിപ്പോൾ നിൽക്കുന്ന മലയിലുള്ള മുള സർബത്തിന്റെ കടയിലാണ്. ഞാൻ തന്നെ കുടിച്ചോട്ടെ. കാന്താരി ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളോ ട്രയല്? ട്രയലൊക്കെ ഞങ്ങൾ കഴിഞ്ഞു രാവിലെ. പൈനാപ്പിളിന്റെയും ആ കാന്താരിന്റെയും നല്ലൊരു ഒപ്പം വരുന്നില്ലേ? രണ്ടൊപ്പല്ലേ നിക്കണേ? ഒന്നൊന്നിട്ട് എടുത്ത് കാണിക്കില്ലല്ലോ. വെറൈറ്റി സംഭവം കേട്ടോ സംഭവം. മുന്തിരി നമ്മുടെ കഴിഞ്ഞു നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞു. വെറൈറ്റി രണ്ട് ബോട്ടിൽ നമ്മുടെ മുന്തിരി കഴിഞ്ഞു. ചേച്ചി സൂപ്പറായിട്ടുണ്ട്. കൊറോണ തീർച്ചയായും. കാരണം ഞാനിവിടെ കൈകാര്യം ചെയ്യുന്ന ഐറ്റങ്ങൾ അങ്ങനത്തെയാണ്. ഒരിക്കലും ഈ കാലത്തിൽ കുടിക്കുന്നവർക്ക് കൊറോണയുടെ പേടിയുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. കാന്താരിൻ്റെയും പൈനാപ്പിളിൻ്റെ ഒരു പ്രത്യേക ഒരു കിട്ടു സാധനം. പൈനാപ്പിളിനേക്കാളും ഒന്നും കൂടെ പൊളിക്കും മുന്തിരിയാണെങ്കിൽ. നാളെ വെറൈറ്റി ചേച്ചി ഇതിന് ഡെയിലി ഓരോ പരീക്ഷണങ്ങൾ വിജയിക്കുള്ളൂ. തീർച്ചയായും ഡെയിലി ഓരോ പരീക്ഷണങ്ങളുണ്ട്. ഞാനൊരു 2 വർഷം മുന്നേ പോകുമ്പോൾ ചേച്ചി ഞാൻ വരുമ്പോൾ ഇതാണ് പറ്റില്ല ചേച്ചിണ്ടാവും. പിന്നീട് വൈറലായി. ഒരു കൊല്ലമായിട്ട് ഇവിടെ വരുന്നത്. എന്റെ കടയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ മാസം തൊട്ടേ ആള് വരുന്നുണ്ട്. ഞാൻ അവിടെ വന്നിട്ട് ഇന്നമാതിരി കുടിച്ചു പോകാറുണ്ട്. ഇന്ന് ഈ മുളയിൽ ഒഴിച്ചിട്ട് നമുക്ക് അത്ര ഒരു വൈറൽ വീഡിയോ അല്ലല്ലോ. ആളതാ വന്നവിടെ ചോദിച്ചിട്ട് വില കൂടിയോന്നാ ചോദിച്ചത്. അങ്ങനെ വ്യത്യാസം കൂടി ഉണ്ടായി. നമുക്ക് കള്ളു കുടിക്കണ പോലെ എങ്ങനെ കുടിക്കാം? എന്താ അല്ല, ഇത് വേറെ കുടം കലക്കി എന്ന് പറയും.
ചേട്ടാ എടുക്കാറില്ല, കറക്റ്റാണ്. അത് ഞാൻ അറിയാം. ഓ സംഭവം പൊളി സാധനം കള്ള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലൈവ് ചേട്ടാ കുടിച്ചതിന്റെ അഭിപ്രായം എന്ന് പറയാൻ പറ്റും. സൂപ്പർ സാധനം ഇനി ഞങ്ങളുടെ അഭിപ്രായം പറയട്ടെ. രക്ഷയില്ലല്ലേ? വിളി പോവും. സ്പെഷ്യൽ അടിപൊളിയായില്ലേ? കഴിഞ്ഞില്ലേ? ഇത് 70 ഒരു മുള ഒരു കൂടെ അല്ലേ? അവിടെ എന്തായിരുന്നു? എഴുപതല്ലേ? അല്ലെങ്കിൽ എനിക്ക് മുളന്നെ എടുത്തു. ഇല്ല 20 തരും. ഇങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ അങ്ങനെ ഇങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നാരങ്ങ പൊള്ളായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി. അതൊന്നും പറയരുത് അല്ലേ? നാരങ്ങ നീരായി കഴിഞ്ഞാൽ ഞാൻ പിടിച്ചു പോയെന്ന് പറയരുത്. ഇത് പച്ചമുളക് പേസ്റ്റ്. ഇത് പിന്നെ അറിയാലോ. ഇതാണ് ഒറിജിനൽ സാധനം. ഇതാണ് ഒറിജിനൽ സാധനം. സാധനത്തില് ഏലക്കയുണ്ട്, കുരുമുളകുണ്ട്, ഗ്രാമ്പുണ്ട്. ചേട്ടന് ബാക്കിയൊന്നും കൊണ്ടുവരുന്നില്ല. എല്ലാത്തിനും കറക്റ്റ് ഒരു അളവുണ്ട്. ആ അളവിൽ കൂടിയാലും പ്രശ്നം. ഇത് ഉപ്പാണ്. അതല്ല മൊത്തമായിട്ട് അവസാനിക്ക് പറഞ്ഞു. പറഞ്ഞുതരാലോ. ചേട്ടാ നാവ് തന്നെത്താനെ കഴിക്കണ്ട. തന്നെത്താനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നാവിൻ്റെ ഒക്കെ ഉണ്ടാവും. നാവ് തരിപ്പ് പോലെ ഫീൽ ചെയ്യും. ഗ്രാമ്പു നാവുമ്പോൾ തനിച്ച് തട്ടിച്ച്. പക്ഷേ ഹെൽത്തിന് വളരെ നല്ലതാണ്. ആ ഗ്രാമ്പു ഒക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് വളരെ നല്ലതല്ലേ? അടിപൊളി ആയതുകൊണ്ടല്ലേ ഞാൻ കസ്റ്റമേഴ്സിന് കൊടുത്തേ. അത് ഇന്ന് കണ്ടുപിടിച്ച ഐറ്റമാണ് കേട്ടോ. ഇപ്പൊ പിടിച്ച് ഞാൻ കുടിച്ച് കാണിച്ചത്. പോയിട്ട് വരുന്ന ട്രൈ ചെയ്ത് വന്നതിന്റെ ചങ്കില് പിടിക്കണത്. അത് ശരി, ഇവിടുത്തെ അല്ല കേട്ടോ. വെറുതെ ആവശ്യമില്ലാത്ത പറയല്ലോ. അവനെന്തെങ്കിലും അറിയോ? അതെ, ഒരെണ്ണം അപ്പുറത്ത് പോയിട്ട് ട്രയൽ നോക്കിയിട്ട് വന്നു. നമ്മുടെ സാധനമാണ് കൊടുക്കുന്നത് അറിയാൻ വേണ്ടി. അയ്യോ പറയല്ലേ. ആ വീഡിയോ വേണമെന്ന് കാണിച്ചു കൊടുത്തോ. വീഡിയോ എടുക്കുന്നോണ്ടാട്ടോ ഞാൻ സ്ലോ ആയിട്ട് എടുക്കും. അല്ലെങ്കിൽ ഈ നേരം കൊണ്ട് ഇപ്പൊ ഇത്തിരി എണ്ണം എടുത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്ന് തിരിഞ്ഞു നിധിയുണ്ടോ കുടത്തില്? നിധിയുടെ അപ്പുറത്തുണ്ട്. ഒരു പൈനാപ്പിൾ മിക്സിംഗ് ആണ്.
കണ്ടുപിടിച്ചില്ലേ